നിങ്ങളെ ജീവനോട് തിന്നു തീർക്കുന്ന ഒരു ഭൂതത്തെ പോലെയാണ് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അമിത ചിന്ത പ്രവർത്തിക്കുന്നത്. മനസമാധാനം മാത്രമല്ല, നിങ്ങളുടെ വ്യക്തി ജീവിതം, ആരോഗ്യം, ഇതിനെയെല്ലാം ഈ ഒരു അമിത ചിന്ത നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. ഈ അമിത ചിന്ത, ഓവർ തിങ്കിങ്, ഇതിനെ ഓവർകം ചെയ്യാനായി നമ്മൾ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. സൈക്കോളജിയും ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും വിഷ്വലൈസേഷൻ പ്രോസസ്സും ഒക്കെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള 5 ആയുധങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതിൽ 5ാമത്തെ ടെക്നിക്, 5ാമത്തെ ആയുധമാണ് ഇതിൽ ഏറ്റവും പവർഫുൾ. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ അംഗമല്ലെങ്കിൽ വാട്സ്ആപ്പ് ചാനലിലെ മെമ്പേഴ്സ് ആവുക. നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ ആ ചാനലിലെ കണ്ടന്റ് ഉറപ്പായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ ലോങ് ടൈം ബാച്ചുകളിൽ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ടെക്നിക് വളരെ എഫക്റ്റീവായി നിങ്ങൾക്ക് നിങ്ങളുടെ അമിത ചിന്ത, ഓവർ തിങ്കിങ്, അതിനെ മറികടക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ 1ാമത്തെ ടെക്നിക് വളരെ ഈസിയാണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഓവർ തിങ്കിങ്, ഒരു അമിത ചിന്ത വരുന്നു. അതൊരു അപകടത്തെ പറ്റി ആവാം, സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റി ഉത്കണ്ഠയാവാം. എന്താണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം 100 മുതൽ ബാക്കിലേക്ക് കൗണ്ട് ചെയ്യാന്നുള്ളതാണ്. 100, 99, 98, 97, 96, 95 ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓവർ തിങ്കിങ് ചെയ്യാനുള്ള തലച്ചോറിന്റെ കപ്പാസിറ്റി ഒക്കെ പോകും. കാര്യം ഭൂമിയുടെ സ്പന്ദനം കണക്കിലാന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ കണക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ ഓവർ തിങ്കിങ്ങിനെ ഓവർകം ചെയ്യാം. ഈ 2ാമത്തെ ടെക്നിക് ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ്, അതിന് കാരണം പണ്ട് സംഭവിച്ച എന്തെങ്കിലും ട്രോമയാവാം, അല്ലെങ്കിൽ ഇതുവരെ സംഭവിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരുന്നത് കൊണ്ടുള്ള പേടിയാവാം. എന്താണെങ്കിലും അത്തരത്തിലുള്ള ഓവർ തിങ്കിങ് വിഷ്വൽസ്, ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും അതിനെ വെറുതെ റെസിസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട, തടയാൻ നിൽക്കേണ്ട, വന്നോട്ടെ. പക്ഷെ അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അതൊരു മ്യൂട്ട് ചെയ്ത സിനിമ കാണുന്നത് പോലെ കാണണം. അതിന് സൗണ്ട് എല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞേക്കും, കളറും വേണ്ട, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയേക്കും. ഈ രീതിയിൽ വരുന്ന ചിന്തകളെ ഒക്കെ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോഗ്നിറ്റീവ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും. തലച്ചോറിന് മനസ്സിലാവും ഒന്നുമല്ല, എന്തോ ഓവർ തിങ്കിങ് ആണെന്ന് തലച്ചോറിന് തന്നെ മനസ്സിലാവും. അങ്ങനെ അതിനെ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഓവർ തിങ്കിങ് കാരണം ജീവിതം തകർന്നു എന്ന് വിചാരിച്ചിട്ടുള്ള പല ആൾക്കാരും ജീവിതം തിരിച്ചു പിടിച്ചത് ഇത്തരം ടെക്നിക്സിൽ കൂടെയാണ്. എന്റെ ലോങ് ടൈം മാച്ചുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കും പലപ്പോഴും ഓവർ തിങ്കിങ്ങിനെ ഓവർകം ചെയ്യാൻ പറ്റിയതും ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ്. ഇനി 3ാമത്തെ ടെക്നിക്ക് വളരെ ഈസിയാണ്. മനസ്സിലേക്ക് അപകടകരമായ ചിന്തകൾ വരുമ്പോൾ വെള്ളം കുടിക്കുക. വെറുതെ വെള്ളം കുടിച്ചാൽ പോരാ, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് വെള്ളം എടുത്തു വെച്ചിട്ട് ആ ഗ്ലാസ്സിലേക്ക് നോക്കി നിങ്ങൾ പറയുക, യൂണിവേഴ്സിന്റെ എനർജി, പോസിറ്റീവ് എനർജിയാണ് ഞാനിപ്പോൾ കുടിക്കുന്നത്. എന്റെ ഓരോ സെല്ലിലും ആ പോസിറ്റീവ് എനർജി നിറയുകയും അതിലുള്ള നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. എന്റെ മനസ്സ് കംപ്ലീറ്റ്ലി ഓവർ തിങ്കിങ്ങിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ആ ഗ്ലാസ് നോക്കി ഒരു 2 or 3 തവണ വിസ്പർ ചെയ്തതിനു ശേഷം ആ വെള്ളം പെതുക്കെ കുടിക്കുക. ഓരോ സിപ്പ് എടുക്കുമ്പോഴും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ മനസ്സ്, ഇതൊക്കെ പ്യൂർ ആവുന്നതായിട്ടും നിങ്ങളുടെ ഓരോ കോശവും പ്യൂരിഫൈഡ് ആവുന്നതായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ഓവർ തിങ്കിങ് പുറത്തേക്ക് പോകുന്നതായിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാം. ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു കൊടുങ്കാറ്റ് കഴിഞ്ഞ കടൽ പോലെ ശാന്തമായിരിക്കും. ഇനി 4ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഓവർ തിങ്കിങ് കാര്യങ്ങളെല്ലാം എഴുതുക. റൈറ്റ് ഇറ്റ് ഡൗൺ. അതിനുശേഷം ആ എഴുതിയതെല്ലാം സ്ട്രൈക്ക് ഓഫ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ചുവന്ന മഷി പേനോട് വെട്ടിക്കളഞ്ഞിട്ട് ആ എഴുതിയ ഓരോ കാര്യത്തിന്റെയും ഓപ്പോസിറ്റ് കാര്യങ്ങൾ മറ്റൊരു പേപ്പറിൽ എഴുതുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് തോറ്റു പോകുമോ എന്നാണ് പേടിന്നിരിക്കട്ടെ, അപ്പൊ നിങ്ങൾ എഴുതണം തോറ്റു പോകുമോ എന്നുള്ളതാണ് എന്റെ ഭയം എന്ന് എഴുതുകയാണ്. അത് വെട്ടിക്കളഞ്ഞ ശേഷം പിന്നീട് എഴുതേണ്ടത് ഞാൻ ജീവിതത്തിൽ ജയിച്ച് കയറി എന്നാണ്. അത് പ്രസന്റ് ടെൻസിൽ തന്നെ എഴുതണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓവർ തിങ്കിങ് ഒരുപക്ഷെ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളതാണ് ഇരിക്കട്ടെ, അപ്പൊ നിങ്ങൾ അത് എഴുതുക, എന്റെ ഓവർ തിങ്കിങ് അപകടം പറ്റുമോ എന്നുള്ളതാണ്. അത് വെട്ടിക്കളഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ഒരു അപകടവും ഇല്ലാത്തൊരു ജീവിതം തന്ന യൂണിവേഴ്സിന് നന്ദി. അങ്ങനെ ഓരോ വരിയും എഴുതിയിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറയുക. ഇത് വളരെ പവർഫുൾ ആണ്. ഇതിനോട് ചേർന്ന് ഞാൻ 5ാമതായും അവസാനമായിട്ടും പറയാൻ പോകുന്ന ടെക്നിക്കും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് എക്സ്ട്രീംലി പവർഫുൾ ആവുകയും ഒരു അമിത ചിന്തയ്ക്കും സ്ഥാനമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാവുകയും ചെയ്യും. ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ടെക്നിക്കാണ്. എന്റെ ബാച്ചുകൾ ഞാൻ കുട്ടികളെ പിടിച്ചിരുത്തി ലൈവായി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ലൈവായി തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ. വിഷ്വലൈസേഷനും അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഈ ടെക്നിക്ക് ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങൾ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. എല്ലാം ഒഴിഞ്ഞ ഒരു ജീവിതം, വളരെ ഷാർപ്പായ ഫോക്കസ്ഡ് ആയ ഒരു മനസ്സ് നമ്മൾ നേടിയെടുത്തതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ, സാരമില്ല. ഇവിടെയാണ് നിങ്ങൾ അഫർമേഷൻസ് ഉപയോഗിക്കേണ്ടത്. കൃത്യമായി വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വളരെ പെതുക്കെയുള്ള സ്വരത്തിൽ വിസ്പർ ചെയ്യുന്ന പറയുക, എന്റെ മനസ്സ് ഓവർ തിങ്കിങ് എല്ലാം അകന്ന് വളരെ ഷാർപ്പും ഫോക്കസ്ഡുമായിട്ട് ഇരിക്കുകയാണ്. സമാധാനമുള്ളൊരു മനസ്സാണ് എനിക്കുള്ളത്. നിങ്ങൾ ഏത് തരത്തിലുള്ള ഓവർ തിങ്കിങ്ങിനെയാണോ ഫൈറ്റ് ചെയ്യുന്നത്
അതിനെ വെച്ചുകൊണ്ട് നിങ്ങൾ അഫർമേഷൻസ് പറയുക. അവസാനമായി ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ വിഷ്വലൈസേഷൻ പ്രോസസ്സ് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം 1, 2, 3 എണ്ണി നന്ദി പറയുക. ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ മസ്റ്റായും ആഡ് ചെയ്യേണ്ട ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഓവർ തിങ്കിങ് ഒഴിഞ്ഞ എന്റെ മനസ്സിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നത് പറയുന്നത്. നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓവർ തിങ്കിങ് ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ അതിന് ഇപ്പോൾ തന്നെ യൂണിവേഴ്സിനോട് നന്ദി പറയണം. നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ, ആ സന്തോഷത്തിലും, ആ ഫീലിംഗിലും, ആ ഇമോഷൻസ് ഉൾക്കൊണ്ടുകൊണ്ടും യൂണിവേഴ്സിനോട് ഇപ്പം തന്നെ നന്ദി പറയാം. നിങ്ങളുടെ ഓവർ തിങ്കിങ് എല്ലാം മാറി എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഈ 5 ടെക്നിക്ക് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന വരെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും ഇൻസ്റ്റാഗ്രാം ചാനൽ വഴി ഇതുപോലുള്ള ഫ്രീ കണ്ടന്റുകൾ തന്ന് നിങ്ങളുടെ ഹീലിംഗും മാനിഫെസ്റ്റേഷനും ഒക്കെ സ്ട്രോങ് ആക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി എന്റെ ഗൈഡൻസിൽ ഇത്തരം പ്രാക്ടീസുകൾ, അപ്പോൾ ഹോളിസ്റ്റിക് ഹീലിംഗ് വേണം, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പുതിയ ലോങ് ടൈം ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ഉടനെ ആരംഭിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് നിങ്ങൾ എൻജോയ് ചെയ്തിരിക്കണം. സോ ഈ രീതിയിൽ ഓവർ തിങ്കിങ്ങിനെതിരായിട്ട് നമ്മൾ പ്രഖ്യാപിച്ച യുദ്ധത്തിൽ ഒരു പട്ടാളക്കാരനെ പോലെ അല്ലെങ്കിൽ പട്ടാളക്കാരിയെ പോലെ പോരാടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ AT അല്ലെങ്കിൽ അനുദീപ് തിയറി എന്ന് കമന്റ് ചെയ്യുക. ജീവിതം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും.